പിന്നെ സാർ അതുപോലെ നമ്മുടെ ഇപ്പോൾ മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു റോൾ, അതായത് നമ്മുടെ ഡൈനിങ് ഷോയിലെ ഭയങ്കര രസമായിരുന്നു. കാരണം ഒരു ടൈമിംഗ് കോമഡീസ് ആണ്. ഒന്നുമില്ല, സത്യം പറഞ്ഞ ഒന്നുമില്ല. നമ്മളൊക്കെ ഇരിക്കുന്ന കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു പറയുന്നു. പക്ഷേ ആ ഒരു ഡയലോഗ്, ആ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കറക്റ്റ് സാധനം അത് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്താണോ അല്ലോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കറക്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നു സ്ക്രിപ്റ്റിലുള്ള കറക്റ്റ് അങ്ങനെ തന്നെയായിരുന്നു? അതിനകത്ത് ഒരു ഡയലോഗ് എന്തോ ദിലീപ് പറയുന്നുണ്ടല്ലോ എന്റെ അതൊക്കെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റില്. പിന്നെ ആ ദിലീപിന്റെ ചില ആക്ഷൻസ് ഇല്ലേ, പപ്പടമൊക്കെ അതൊക്കെ പുള്ളി തന്നെ. അല്ലാതെ ബാക്കി ഫുൾ ആ സീൻ അതിനെ ഈ ദിലീപ് ജിയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയിൽ ഒരു പുതിയ സീനൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഉള്ളത് മുഴുവൻ അതിനകത്തുണ്ട്. ഉള്ളത് കുറച്ച് കാണിച്ചിട്ടില്ല. അതാണ് അവസാനം ഡബിങ്ങിന്റെ സമയത്ത് ദിലീപ് ജിയോട് ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ 1.5 മണിക്കൂറിന് എഴുതുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ പയ്യെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഒരു സീനിനകത്ത് പുള്ളി ഒരു 2-3 സാധനം, 2-3 ഡയലോഗ് അല്ലെങ്കിൽ 2-3 എന്തെങ്കിലും ഇത് ഇങ്ങനെ കയറുമ്പോൾ ഒരു സീനിൽ ഒരു 10-15 സെക്കൻഡ് വെച്ച് കൂടിയാൽ ടോട്ടൽ സിനിമയിൽ 1/2 മണിക്കൂർ കൂടും. മനസ്സിലായോ? ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായി. അപ്പൊ ഞാനിത് പറഞ്ഞു അതുകൊണ്ട് അപ്പൊ പുള്ളി 1.5 എഴുതിയാൽ മതി ശരി. അപ്പൊ ഈയിടെ ഒരു പ്രൊജക്ടിന്റെ കാര്യം സംസാരിച്ചു, ഇങ്ങനെ ഇപ്പം ഒരു തോട്ടൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ശരി, ഞാൻ 1.5 മണിക്കൂറിന്റെ വളരെ. അതുപോലെ തന്നെ മൈ ബോസിൽ തന്നെ ഒരു രസകരമായ ഒരു ക്യാരക്ടർ ധർമ്മജൻ ചെയ്തത്, അവർ റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, റിയാലിറ്റി ആണത്. സാറപ്പോ കൃത്യമായിട്ട് ധർമ്മജനെ കണ്ടുകൊണ്ടും എഴുതിയതൊന്നുമല്ല. ധർമ്മജനെ കണ്ടോണ്ട് എഴുതിയല്ല, നമ്മൾ എഴുതി കഴിഞ്ഞത് ആര് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ധർമ്മജൻ വന്നു. ധർമ്മജൻ അത് അസാധ്യമായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും, ധർമ്മജൻ എന്നെ വിളിച്ചു, സാറേ ഞാൻ ജീവിതത്തിൽ വലിയൊരു ഒരു സത്യം മനസ്സിലാക്കുന്നത് എന്താണ്, ഒരു പടത്തിൽ 50 സീനൊന്നും ചെയ്യണ്ട, ഒരു പടത്തിൽ ഒറ്റ സീൻ ചെയ്താൽ മതി, നല്ലതാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ കോള് വരുന്നതെന്ന് പറഞ്ഞു. കിടിലൻ സീനായിരുന്നല്ലോ അത്. നമ്മള് കാരണം കാണുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും ചെന്നിട്ടുണ്ടെങ്കിൽ ധർമ്മജൻ നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാലം അല്ല, അതൊക്കെ ദിലീപ് പറഞ്ഞു പെട്ടെന്ന് അവിടെ ഇന്നപ്പോ പറഞ്ഞു ഇങ്ങനെയും കൂടെ ചെയ്താലോ മാക്സിമം അതൊക്കെ അങ്ങനെ ദിലീപിന്റെ അങ്ങനത്തെ ചില അതേ പറയാം. അവിടെ ആ ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഒരു ഷോട്ട് എടുത്തപ്പം അത്രയും സെക്കൻഡ്സ് കൂടി, അങ്ങനെ കൂടി വരുവേ. ഇപ്പൊ ദിലീപില് ഒരു ഡയറക്ടർ ഉണ്ട്, ദിലീപിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആഡ് ഓൺസ് വരുമ്പോൾ ഇത് കൂടി പോകും. സാർ അതുപോലെ ഇപ്പൊ 4 സിനിമ കഴിഞ്ഞു. ഈ 4ലും രചന, സിനിമയുടെ രചന, സ്ക്രിപ്റ്റിംഗ്, സ്ക്രീൻ പ്ലേ എല്ലാം സാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല നിർത്തല്ലേ. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ സാർ ആ ഒരു രീതി അവലംബിക്കുന്നതല്ല, ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. അല്ല, ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞാൻ നല്ലൊരു റൈറ്ററാണ്. എനിക്കറിയില്ല, എനിക്ക് ഇത്രയും വിഷമമുള്ളൊരു ഏരിയ വേറെ ഇല്ല. അതുകൊണ്ട് അത് ആരെങ്കിലും അറിയാവുന്ന ഒരുത്തൻ നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് വന്നാൽ അവനെ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന കൈ വെച്ചുകൊണ്ട് ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് സ്ക്രിപ്റ്റ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ പേര് അവസാനം എഴുതി കാണിക്കേണ്ട പേര് റൈറ്ററാണ്. ഞാൻ വിശ്വസിക്കുക അത് കഴിഞ്ഞ ഡയറക്ടർ വരുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു ബേസ് ഉണ്ടാക്കുന്നത് അയാളാണ്. ശരിക്കും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ലേ, ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതുന്ന ഒരു റൈറ്ററുടെ സിനിമ ഒരുപാട് കോൺസെപ്റ്റുള്ള ഏതൊന്നും ഡയറക്റ്റ് ചെയ്യാം. കാരണം ആ ലെഫ്റ്റിനകത്ത് ആ വിഷ്വൽ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ഇപ്പൊ MT സാറിന്റെ, രഞ്ജിത്ത് ഏട്ടന്റെ, ഇവരുടെയൊക്കെ സ്ക്രിപ്റ്റിനകത്ത് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ, ആ എൻ്റെ വിഷ്വൽ. അത് നമുക്ക് അങ്ങനെ മനസ്സിലൂടെ ആ വിഷ്വൽ കണ്ടു തന്നെ പോകാം. അപ്പം അങ്ങനെ ഒരു റൈറ്റർ എന്ന് പറഞ്ഞാൽ അയാളാണ് ടോപ്പ് ഒരു സിനിമയുടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി പ്രൊജക്ട്സ് വരുന്നു, നല്ല തോട്ടുകൾ വരുന്നു, എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈയിടെ ഒരു നല്ലൊരു തോട്ടുമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെ കൊണ്ടെങ്കിൽ നല്ലൊരു ആരെങ്കിലും വെച്ചിട്ട് ഒരു പ്രൊജക്ട് ഇത് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നത് വേറൊരാളുടെ സ്ക്രിപ്റ്റിലാണ്. പക്ഷെ ഞാനുമായിട്ട് ഇരുന്ന് നമ്മുടെ ഇൻപുട്സ് കൂടെ ചെയ്ത്, അപ്പം ഈഗോ ഇല്ലാത്തൊരാൾ വേണം. അപ്പോൾ ഒരു പുതിയ പയ്യനാണ്, പുള്ളിയായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് പുള്ളിയുടെ, കഥ പ്രൊഡ്യൂസർ. പക്ഷേ വേറൊരു സുഖം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ നോക്കാൻ പോകുന്നതാണ്. ആ ഫുൾ സ്ക്രിപ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു 10 തവണയെങ്കിലും വായിച്ചാൽ അത് മനസ്സിൽ നിൽക്കുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ ഞാൻ എഴുതി പോകുന്നതുകൊണ്ട് എനിക്ക് പിന്നെ വായിക്കണ്ട. ഇപ്പം ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാവരും വായിച്ചു. ഞാൻ 1.5-2 വർഷം മുമ്പ് എഴുതി വെച്ച സ്ക്രിപ്റ്റാണ്. ഞാൻ ഇന്നലെ അത് പിന്നെ വായിച്ചു, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട്. അത്രേ ഉള്ളൂ. കാരണം എൻ്റെ മനസ്സിൽ ആ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ള എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ അതൊരു പ്ലസ് ആണ്, അതാണ് എൻ്റെ പ്ലസ്. അതുപോലെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ഒറ്റയടിക്ക് തീർക്കുമോ? ഇല്ല, ഒരുപാട് ടൈം എടുത്ത് സീൻ ബൈ സീൻ അങ്ങനെയാണ്. അതിനങ്ങനെ നിയമമൊന്നുമില്ല. നമുക്കൊരു ഞാനൊരു ദിവസം രാവിലെ അതൊക്കെയായിരുന്നു പുള്ളിയായിട്ട് ഗുസ്തി കൂടുന്നവിടെയാണ്, നാട്ടിലായിരുന്നപ്പോഴും
രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓക്കെ സീനിനെ കുറിച്ച് ചില നമ്മളെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇതാണല്ലോ സീനിനെ കുറിച്ചൊക്കെ ധാരണ വന്നിട്ടുണ്ട്. 1-2 ഡയലോഗ് കിട്ടി, കൊള്ളാം, ഇന്ന് ഞാൻ ആ സീൻ കനത്തും. പേപ്പറുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നാട്ടിലുള്ള കഥയാണ് അമ്മച്ചി കഴിഞ്ഞ് എടാ ചന്തയിൽ പോയിട്ട് മീൻ മേടിച്ചിട്ട് ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ പോയി ചന്തയിൽ പോയി മീൻ മേടിച്ചു വേറെ പഠിച്ചു പോയി ചുമ്മാ അതുവഴി കറങ്ങിയായിരുന്നു. എന്നിട്ട് ഈ പാർട്ടി അന്ന് ഫ്രീക്വന്റ് സിനിമയില്ലല്ലോ, ഞാനിങ്ങനെ ഒരു സീൻ ഇങ്ങനെ കളിച്ച ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞ പക്ഷേ ഒരു വിഷ്വൽ രീതിയല്ല, മാറ്റി ഡിഫറെന്റ് ആയിട്ട് എഴുതണം. എനിക്ക് ആലോചിച്ച് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. എന്നിട്ട് പുറത്ത് പോയി ചുമ്മാ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക പറഞ്ഞ അപ്പൊ പ്രൊജക്ട് ഉണ്ടല്ലോ, വെറുതെ ഇരിക്കല്ലേ 3-4 സീൻ എഴുതിക്കൂടെ, വെറുതെ ഫ്രീ ആയിട്ടിരിക്കല്ലേ 3-4 സീൻ എഴുതിക്കൂടെ. അതായത് പുള്ളി പറഞ്ഞത് എഴുതാനിരിക്കുമ്പോ ഞങ്ങൾ അത് പറഞ്ഞു അന്ന് നടന്നില്ല, വെറുതെ ഇരിക്കല്ലേ പുള്ളിയുടെ വിചാരം ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ അനർക്കളും നിർക്കളമായിട്ട് ഇങ്ങനെ പ്രയോഗിക്കുക. മനസ്സിലായി? അതാണ് ഇത്. അപ്പൊ ചില ദിവസം ഇങ്ങനെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, പേപ്പർ എടുത്ത് ഫയൽ എടുത്ത് വെച്ച് അല്ല മീൻസ് പാഡ് എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് തിരിച്ചു വെച്ചിട്ട് പോയി പിന്നെ 3-4 ദിവസമൊക്കെ എഴുതാൻ നടന്നിട്ടുണ്ട്. ചില ദിവസം ഇരുന്ന് ഒറ്റ എഴുത്തെഴുതിയ ചിലപ്പോൾ 5-6 സീൻ എഴുതി പോകും. അത് മോഡാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രസവവേദന എന്ന് പറയുന്നത് നല്ലൊരു കുട്ടിയാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ഉള്ളത്. സാർ, അപ്പോൾ ഏകദേശം ഇപ്പോൾ മെമ്മറീസ്, മൈ ബോസ് രണ്ടും 4 സിനിമ ഇതിൽ 2 സൂപ്പർ ഹിറ്റ് ആയി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എന്നാലും അത്രക്ക് അങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയുടെ ഹിറ്റ് ഫിനാൻഷ്യലി ഞാൻ പറയില്ല, സിനിമയുടെ ഹിറ്റ് ജനമനസ്സുകളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെന്നു എന്നുള്ള ഇതിനെ അങ്ങനെ വരുമ്പോൾ മമ്മിയാൻമിയും അതുപോലെ ഇതാണ്. കാരണം ഇപ്പം ഫിനാൻഷ്യൽ ബോക്സ് ഓഫീസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളും ആ ഒരു സമയത്ത് സ്ത്രീകൾ ഫാമിലി കൊണ്ടുപോയ സിനിമയാണത്, അവരുടെ മനസ്സിലേക്ക് അതുപോലെ കയറിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഹിറ്റ് അങ്ങനെ പറയുമ്പോൾ അത് ഹിറ്റാണ്. ഇത് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇതുകൂടെ വന്നതുകൊണ്ട്. ശരി, അപ്പോൾ അങ്ങനെയാണ് 3 സിനിമ ഹിറ്റാണ്. അപ്പോൾ എന്തായാലും സാർ ഹാപ്പിയാണ്. ഇപ്പോൾ ലിൻഡ ആണെങ്കിൽ ഈ ഫീൽഡിലോട്ട് ഇൻഡസ്ട്രിയിലോട്ട് എത്തിച്ചേർന്നു. അപ്പോൾ ലിൻഡ ഹാപ്പിയാണ്. ഇപ്പം ഇനി അങ്ങോട്ടുള്ള പ്ലാനിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതുപോലെ തന്നെ ഒരു കൃത്യമായിട്ട് എന്തെങ്കിലും പോകണമെന്ന്, ഇതുപോലെ തന്നെ ഒരു ഹിറ്റും അല്ലെങ്കിൽ ഇപ്പം സിനിമയിലൊക്കെ ലിൻഡയെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുമിച്ച് പോകണം എന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങോ? പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരു 3 ഹിറ്റ് കൂടി ഇടണം. ഒന്ന് പറ്റുവാണെങ്കിൽ 1-2 അവാർഡ് വാങ്ങിക്കണം. പിന്നെ ഒരു ഓസ്കറിനെ ഞാൻ നോക്കുന്നു. പ്ലാനിങ്ങുകളൊക്കെ ഒത്തിരി എടുത്ത് സ്റ്റുഡിയോയിലേക്ക് നമുക്ക് ഓണവിശേഷങ്ങളുമായിട്ടാണ് നടക്കട്ടെ. ശരി, അപ്പൊ ഈ തവണത്തെ ഓണം എവിടെയാണ് സാർ? എവിടെ വെച്ചായിരിക്കും? ഇവിടെ തന്നെ ഉണ്ടാവും? ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും? പോണ്ടിച്ചേരിയാണ്. അവിടെ ഞങ്ങള് വേളാങ്കണ്ണി പോകുന്നുണ്ട്. ഞാൻ ഏത് പ്രൊജക്ട് തുടങ്ങുന്നതിനും ചെയ്തതിനു മുമ്പ് പോകാറുണ്ട്, തീർന്നു കഴിയുമ്പോൾ പോകാറുണ്ട്. വേളാങ്കണ്ണി പോയിട്ട് ഈ മെമ്മറീസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട വന്നാണ് എനിക്കൊരു ഒന്ന് സ്വിച്ച് ഓഫ് ആണ്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 ദിവസം എൻ്റെ ബ്രദറും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോണ്ടിച്ചേരിയിൽ ഒരു റിസോർട്ടിൽ പോകും. അവിടെ ഓണസദ്യ ഒന്നും കിട്ടത്തില്ല, വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഓണമാണ്. അപ്പോൾ ഓണം വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട്, വൺ ടിവിയുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് ഒരു സന്ദേശം, ഓണാശംസകൾ എന്തെങ്കിലും കൈമാറാം? 2 പേരും ഒരുമിച്ച് കൈമാറാം. എനിക്ക് സന്ദേശം ഇത്രേ പറയാനുള്ളൂ. കഴിയുന്നതും നമ്മുടെ പുതിയ ജനറേഷനെ എന്താണ് പഴയ ഓണം എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും വീട്ടിലൊരു പൂക്കളം ഇടുവോ, കഴിയുന്നതും ഒത്തിരി വിഭവസമൃദ്ധമായിട്ടൊന്നും ഇല്ലെങ്കിലും പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഇത് എന്താ പറയുക ആ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കി എന്താ പറയുക വീട്ടിൽ തന്നെ അത് ആഘോഷിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി ഉണ്ടാവുള്ളൂ. ഹോട്ടലിൽ പോരെന്ന് ഞാൻ പറഞ്ഞാൽ ഹോട്ടലുകാരെല്ലാം കൊണ്ട് തന്നെ എടുത്തിട്ടിരിക്കും. അതുകൊണ്ടല്ല അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു കൂട്ടായ്മ. ഓണത്തിൽ എല്ലാവരുടെ ചെയ്യുന്നു, എല്ലാവരുടെ ഒരു പൂക്കളിടുന്നു. പൂക്കളത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അതൊന്നും അല്ല, ആ ഒരു ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ടുഗദർനെസ് പറയാൻ വേണ്ടിയിട്ട്. ഈ പറയുന്നത് ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല, പക്ഷെ കഴിയുന്നതും അത് വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ എന്തോ പറയാനുണ്ട്? ഒന്നും പറയാനില്ല. എന്നൊരു ഹാപ്പി ഓണെങ്കിലും പറഞ്ഞോളൂ. അത് പറയാനുള്ളൂ, ഒന്നും പറയാനില്ല. സാർ ഒരുപാട് പുരോഗമിക്കാനുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിച്ച് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു. ആരും കേൾക്കാത്ത കുറേ വിശേഷങ്ങൾ പുറത്തോട്ട് വന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ലിൻഡയ്ക്കാണെങ്കിൽ എന്തായാലും ഇനി എല്ലാ സിനിമകളിലും ജിത്തു ജോസഫിൻ്റെ തന്നെ എല്ലാ ഡയറക്ടർമാരുടെ കൂടെയും വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. സാറിന് നല്ല നല്ല ഹിറ്റുകൾ ഉണ്ടാവട്ടെ. ഇനിയും ജനഹൃദയങ്ങളിലേക്ക്, ജനമനസ്സുകളിലേക്ക് വരാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.
അപ്പോൾ വീണ്ടും പുതിയൊരു അതിഥിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഇസ് സുരാജ് സൈനിങ് ഓഫ്. ബൈ.